ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഗെയിൻ നോളജ് മിഷന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 2025 നമ്മളുടെ ആദ്യത്തെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. ഓക്കെ, നമ്മൾ നവംബറിലെയും ഡിസംബറിലെയും കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ നമ്മളുടെ 2024 കറണ്ട് അഫയേഴ്സ് 2024 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 2025 ജനുവരി 1 മുതലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ കറണ്ട് അഫയേഴ്സ് എല്ലാവരും എഴുതി തന്നെ പഠിക്കുക, എപ്പോഴും പറയാറുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഒരുപാട് പേര് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കറണ്ട് അഫയേഴ്സ് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്, പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും നമ്മളുടെ കറണ്ട് അഫയേഴ്സുകൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വരും. 2025-26 പരീക്ഷകളിലേക്ക് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സുകളാണ് ഇപ്പോൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, 2024 നമ്മൾ നവംബർ മുതൽ അതിൽ കൊടുത്തിട്ടുള്ളൂ. ബാക്കി ജനുവരി മുതൽ നവംബർ വരെയുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് സെപ്പറേറ്റ് നിങ്ങൾക്കായിട്ട് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, എഴുതി പഠിക്കുക. നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും പഠിച്ചാൽ ഇതിൽ നിന്ന് ഒരു 5 മുതൽ 8 മാർക്ക് വരെയൊക്കെ പരമാവധി നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് മേഖലയിൽ സ്കോർ ചെയ്യാം. 1 മാർക്കാണെങ്കിൽ പോലും അത് വലിയ നേട്ടമായിരിക്കും. ഓക്കെ, നമ്മളുടെ വിലപ്പെട്ട ഓരോ മാർക്കുകളും കറണ്ട് അഫയേഴ്സിലാണ് ഇരിക്കുന്നത്. നമുക്ക് റാങ്കിന് ഏറ്റവും അനുയോജ്യമായി കിട്ടുന്ന സാധനമാണ് ഏത് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എഴുതി പഠിക്കുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ സമയം കളയുന്നില്ല. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ജനുവരി 1 മുതലുള്ള ആദ്യത്തെ 3 ദിവസത്തെയാണ്. ജനുവരി 1 മുതൽ 3-ാം തീയതി വരെയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ പുതിയ സർക്കാരിൻ്റെ ഒരു സംരംഭം, കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നൊരു പരിപാടിയാണ് ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ. അതായത് രാജ്യത്തെ സർവകലാശാലകളിലും IIT-കളിലും ഒക്കെയുള്ള, അതായത് സർക്കാർ ധനസഹായം നൽകുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ലോകമെമ്പാടുമുള്ള മുൻനിര ജേണലുകളിലെ ഗവേഷണ ലേഖനങ്ങൾ അവർക്ക് പഠനത്തിനായി ലഭ്യമാക്കുന്ന സുപ്രധാന സംരംഭം. അതാണ് ഏതെന്ന് പറയുന്നത് ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ രാജ്യത്ത് ഒരുപാട് മുൻനിര ജേണലുകളൊക്കെ ഉണ്ട്. അതിനകത്തു നിന്നുള്ള ഗവേഷണ ലേഖനങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുക. ഏതാണ്ട് 1.8 കോടിയിലധികം ആൾക്കാർക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ സംരംഭം രാജ്യത്ത് തുടക്കം കുറിച്ചു. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാം 2005 UN അന്താരാഷ്ട്ര വർഷങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഓരോ വർഷവും UN അന്താരാഷ്ട്ര വർഷങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതിൽ 2025 വരുന്നതാണ് അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം, സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം, അന്താരാഷ്ട്ര സഹകരണ വർഷം, ഹിമാനികളുടെ സംരക്ഷണ വർഷം. അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം, സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം, അന്താരാഷ്ട്ര സഹകരണ വർഷം, ഹിമാനികളുടെ സംരക്ഷണ വർഷം. അപ്പോൾ UN അന്താരാഷ്ട്ര വർഷങ്ങൾ 2025 ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മളൊരു പുരസ്കാരത്തിലേക്കാണ് പോകുന്നത്. 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ഗാനരചയിതാവായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പല പരീക്ഷകളിലും ഹരിവരാസനം പുരസ്കാരത്തെ പറ്റി ചോദിക്കാറുണ്ട്. അപ്പോൾ 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായിരിക്കുന്ന ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഗാനരചയിത നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ പരിചിതനായ വ്യക്തിത്വമാണ് ആര്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അപ്പോൾ ഹരിവരാസനം പുരസ്കാരം നേടിയിരിക്കുന്നത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഓക്കെ, ഇനി നമുക്ക് കേരളത്തിലെ ഒരു മന്ത്രിയെ പരിചയപ്പെടാം. കേരളത്തിലെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് ശ്രീ MB രാജേഷ്. ശ്രീ MB രാജേഷ് അവരുകളാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. ഒക്കെ നമ്മൾ ഓരോ ക്ലാസ്സിലും മന്ത്രിമാരെയൊക്കെ ഇങ്ങനെ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ന് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് നമ്മൾ പരിചയപ്പെട്ട ആരാണ്? MB രാജേഷ്. ശ്രീ MB രാജേഷ് ആണ് കേരളത്തിലെ നിലവിലത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. ഓക്കെ, ഇനി അതുപോലെ ഗുജറാത്തിൽ പുതുതായി വരുന്ന ഒരു ജില്ലയാണ് വാവ്ധരാത്. ഗുജറാത്തിലെ വാവ്ധരാത് എന്ന പേരിൽ പുതിയ ജില്ല രൂപീകരിക്കാൻ അവിടുത്തെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഉത്തര ഗുജറാത്തിലെ ബനസ്കന്ത എന്ന് പറയുന്ന ജില്ലയെ വിഭജിച്ചുകൊണ്ടാണ് പുതിയ ജില്ല രൂപീകരിക്കുന്നത്. അപ്പോൾ ഗുജറാത്തിലെ 34ാമത് ജില്ലയായിരിക്കും ഏതെന്ന് പറയുന്നത് വാവ്ധരാത്. അപ്പോൾ ഗുജറാത്തിൽ നിലവിൽ വരുന്ന പുതിയ ജില്ലയുടെ പേരാണ് വാവ്ധരാത്. ഗുജറാത്തിലെ പുതിയ ജില്ലയുടെ പേരാണ് വാവ്ധരാത്. ഗുജറാത്തിലെ 34ാമത് ജില്ലയാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. 2024 ദേശീയ കായിക പുരസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി.
ഓക്കെ, അപ്പോൾ ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷ്, ഷൂട്ടിംഗ് താരം മനു ഭാക്കർ, ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റനായ ഹർമൻപ്രീത് സിംഗ്, പിന്നെ പാരാ അത്ലറ്റിക്സ് താരമായ പ്രവീൺ കുമാർ എന്നിവർക്ക് ഖേൽ രത്ന പുരസ്കാരം സ്വന്തമാക്കി. അപ്പോൾ 2024 ഖേൽ രത്ന പുരസ്കാരം നേടിയിരിക്കുന്ന ആരൊക്കെയാണ്? ഡി ഗുഗേഷ്, ഷൂട്ടിംഗ് താരം മനു ഭാക്കർ, പിന്നെ ഹോക്കി ടീം ക്യാപ്റ്റനായ ഹർമൻപ്രീത് സിംഗ്, പിന്നെ പാരാ അത്ലറ്റിക്സ് താരമായ പ്രവീൺ കുമാർ. ഓക്കെ, ഇവരെ പഠിക്കണം. അവർ ചില സമയത്ത് ചോദിക്കുക, ഒന്നെങ്കിൽ ഖേൽ രത്ന പുരസ്കാരം സ്വന്തമാക്കിയത് ആരാണെന്ന് ചോദിക്കുക, ഇല്ലെങ്കിൽ ഇവരെ പേര് തന്നിട്ട് ഇവർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യവും വരാം. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ 2024 ഖേൽ രത്ന പുരസ്കാരം നേടിയത് ആരൊക്കെയാണ്? ഡി ഗുഗേഷ്, മനു ഭാക്കർ, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ. ഓക്കെ, അതുപോലെ തന്നെ 2024 ദ്രോണാചാര്യ അവാർഡിന് അർഹനായിരിക്കുന്നത് സുഭാഷ് റാണ, പാരാഷൂട്ടിംഗ് താരം സുഭാഷ് റാണ, ഷൂട്ടിങ്ങിൻ്റെ ദീപാലി ദേശ്പാണ്ഡെ, ഹോക്കി സന്ദീപ് സാങ്വാൻ. അപ്പോൾ ദ്രോണാചാര്യ അവാർഡിന് അർഹനായിരിക്കുന്ന ആരൊക്കെയാണ്? സുഭാഷ് റാണ, ദീപാലി ദേശ്പാണ്ഡെ, സന്ദീപ് സാങ്വാൻ. അതുപോലെ 2024 അർജുന അവാർഡിൽ ഒരു മലയാളി താരം, നമ്മുടെ മലയാളി നീന്തൽ താരമായ സാജൻ പ്രകാശ്. സാജൻ പ്രകാശിന് എന്ത് കിട്ടി? അർജുന അവാർഡ് കിട്ടി. അപ്പോൾ അർജുന അവാർഡ് നേടിയവരിൽ ഒരു മലയാളിയുണ്ട്. ആ മലയാളിയുടെ പേരെന്താണ്? സാജൻ പ്രകാശ്. മലയാളി നീന്തൽ താരമായ സാജൻ പ്രകാശിന് എന്ത് കിട്ടി? 2024 അർജുന അവാർഡ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഐക്യരാഷ്ട്ര സംഘടനയിലേക്ക് പോയി കഴിഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ 5 താൽക്കാലിക അംഗങ്ങൾ പുതുതായി അവരുടെ അംഗത്വ കാലാവധി ആരംഭിച്ചിട്ടുണ്ട്. ഡെൻമാർക്ക്, ഗ്രീസ്, പാകിസ്ഥാൻ, പനാമ, സൊമാലിയ എന്നീ രാജ്യങ്ങൾക്ക് UN രക്ഷാസമിതിയിൽ 2 വർഷത്തെ താൽക്കാലിക അംഗത്വം ലഭിച്ചു. അതായത് ഇക്വഡോർ, ജപ്പാൻ, മാൾട്ട, പിന്നെ മൊസാംബിക്, പിന്നെ സ്വിറ്റ്സർലൻഡ് ഇവരുടെ കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് 5 പേരെ താൽക്കാലിക അവരുടെ കാലാവധി തുടങ്ങിയത്. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ 5 സ്ഥിരാംഗങ്ങളും പിന്നെ 2 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന 10 താൽക്കാലിക അംഗങ്ങളും ഉണ്ടാവും. അങ്ങനെ ആകെ 15 രാജ്യങ്ങളാണ് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിലുള്ളത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ ലോകചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഐക്യരാഷ്ട്ര സംഘടനയെ പറ്റി പഠിക്കുന്നുണ്ട്. അതിനകത്ത് ചോദിക്കാവുന്ന ഒരു പോയിന്റാണ്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ മൊത്തം 15 അംഗങ്ങളാണുള്ളത്. അതിൽ 10 താൽക്കാലിക അംഗങ്ങളും 5 സ്ഥിരാംഗങ്ങളും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ആരൊക്കെയാണ് താൽക്കാലികങ്ങളായിട്ട് ഇപ്പോൾ കയറിയത്? ഡെൻമാർക്ക്, ഗ്രീസ്, പാകിസ്ഥാൻ, പനാമ, സൊമാലിയ എന്നീ രാജ്യങ്ങളെ 2 വർഷത്തെ താൽക്കാലിക അംഗത്വം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 5 സ്ഥിരാംഗങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 5 സ്ഥിരാംഗങ്ങളാണ് റഷ്യ, ചൈന, ഫ്രാൻസ്, UK, അമേരിക്ക. റഷ്യ, ചൈന, ഫ്രാൻസ്, UK, അമേരിക്ക ഇവരാണ് 5 രാജ്യങ്ങൾ. ഓക്കെ, റഷ്യ, ചൈന, ഫ്രാൻസ്, യുണൈറ്റഡ് കിങ്ഡം, പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അപ്പോൾ റഷ്യ, ചൈന, ഫ്രാൻസ്, UK, അമേരിക്ക ഇവരാണ് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിലെ 5 സ്ഥിരാംഗങ്ങൾ. അതുകൂടെ നോട്ട് ചെയ്തോളാം. ഓക്കെ, ഇനി നമുക്ക് പുതിയൊരു വൈറസിനെ പരിചയപ്പെടാം. പുതുതല്ല, ഇപ്പോൾ കുറച്ച് നാളിന് ശേഷം വീണ്ടും കണ്ടെത്തിയ വൈറസാണ് HMB വൈറസ്, ഹ്യൂമൺ മെറ്റാ ന്യൂമോ വൈറസ്. ചൈനയിൽ ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വൈറസാണ് ഹ്യൂമൺ മെറ്റാ ന്യൂമോ വൈറസ് എന്ന HMB വൈറസ്. ഓക്കെ, ഇത് ആദ്യമായി കണ്ടെത്തിയത് 2001 നെതർലൻഡിലാണ്. ഹ്യൂമൺ മെറ്റാ ന്യൂമോ വൈറസ് ആദ്യമായിട്ട് HMB വൈറസ് ആദ്യമായിട്ട് കണ്ടെത്തുന്നത് എവിടെയാണ്? 2001 നെതർലൻഡിലാണ്. ഇപ്പോൾ ചൈനയിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മുടെ പരീക്ഷയിൽ ഒന്ന് ചോദിക്കാം. ഓക്കെ, അടുത്തിടെ ചൈനയിൽ പടർന്നു പിടിച്ച വൈറസിൻ്റെ പേരെന്താണ്? ഹ്യൂമൺ മെറ്റാ ന്യൂമോ വൈറസ് എന്ന് പറയുന്ന HMB വൈറസ്. ഓക്കെ, അതുപോലെ നമ്മുടെ പ്രശസ്ത സസ്യശാസ്ത്രജ്ഞനായ ഡോക്ടർ KS മണിലാൽ അന്തരിച്ചു. 2025 ജനുവരിയിൽ അന്തരിച്ച ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ KS മണിലാൽ. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ കേരള ചരിത്രത്തിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഹോർത്തൂസ് മലബാർക്കസ് അല്ലേ? ഏത് വിദേശ ശക്തിയുടെ? ഡച്ചുകാരുടെ സംഭാവനയാണ് ഏത്? ഹോർത്തൂസ് മലബാർക്കസ്. നമ്മുടെ മലബാറിലെ സസ്യങ്ങളെക്കുറിച്ചൊക്കെ വിവരണം നൽകുന്ന ഹോർത്തൂസ് മലബാർക്കസ്. അത് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തിയ ഒരു വ്യക്തിത്വമാണ് ആരെന്ന് പറയുന്നത്? ഡോക്ടർ KS മണിലാൽ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ജനുവരിയിൽ അന്തരിച്ചു. ഓക്കെ, ഇനി അവസാനമായിട്ട് പറയുന്നത് നമ്മൾ പണ്ട് കേട്ടുള്ള ഒരു ദുരന്തമാണ് ഭോപ്പാൽ വിഷവാതക ദുരന്തം അല്ലേ? മധ്യപ്രദേശിലെ ഭോപ്പാലിൽ 1984 ഡിസംബർ 2 നടന്ന ഒരു ദുരന്തമാണ് എന്ന് പറയുന്നത് ഭോപ്പാൽ വിഷവാതക ദുരന്തം എന്ന് പറയുന്നത്. അതിൽ ഏകദേശം 5400-ലധികം ആൾക്കാരൊക്കെ മരണപ്പെടുകയുണ്ടായി. യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന ഫാക്ടറിയിൽ നിന്ന് ഉയർന്ന മീഥൈൽ ഐസോസൈനേറ്റ് എന്ന വാതകം ചോർന്നായിരുന്നു അന്ന് ആ ദുരന്തം ഉണ്ടായത്. ഓക്കെ, അപ്പം അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. ആ ഭോപ്പാൽ വിഷവാതക ദുരന്തം കഴിഞ്ഞ് 40 വർഷം പിന്നിടുമ്പോൾ ആ ദുരന്തം നടന്ന യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ പീതാംപൂരിലേക്ക് എന്ത് ചെയ്യുന്നു? മാറ്റി തുടങ്ങിയിട്ടുണ്ട്.
കോടതി ഉത്തരവ് ഹൈക്കോടതി ഉത്തരവ് പ്രമാണിച്ച് അവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ തുടങ്ങി. ഏതാണ്ട് 377 ടൺ മാലിന്യമാണ് പീതാംബുല രാംകി എൻവിറോ എന്ന് പറയുന്ന കമ്പനിയിലെത്തിച്ച് നശിപ്പിക്കാൻ പോകുന്നത്. അത് സംബന്ധിച്ചൊരു വാർത്ത അടുത്ത പത്രങ്ങളിലുണ്ടായിരുന്നു. ചിലപ്പോൾ അടുത്ത പരീക്ഷകളിലൊക്കെ കടന്നുവിടാൻ പറ്റിയൊരു പോയിന്റാണ്. ഭോപ്പാൽ വിഷവാതക ദുരന്തം നടന്ന ദിവസവും വർഷമൊക്കെ ചോദിക്കാം. അതുകൊണ്ട് പഠിച്ചു വെച്ചേക്കാം. 1984 ഡിസംബർ 2-നാണ് എന്ത് നടന്നത്? ഭോപ്പാൽ ദുരന്തം ഉണ്ടായത്. ദുരന്തത്തിനിടയാക്കിയ കമ്പനിയുടെ പേരാണ് യൂണിയൻ കാർബൈഡ് ഫാക്ടറി. അതേപോലെ ആ വാതകം പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കാം. മീഥൈൽ ഐസോസൈനൈഡ്. കുറേ തവണയൊക്കെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഭോപ്പാൽ വിഷവാതക ദുരന്തത്തിന് കാരണമായ വാതകം എന്താണ്? മീഥൈൽ ഐസോസൈനൈഡ്. മീഥൈൽ ഐസോസൈനൈഡ് ചേർന്നാണ് അന്ന് ഭോപ്പാൽ ദുരന്തം ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ എല്ലാവരും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. അതുപോലെ ഗെയിൻ നോളജ് മിഷൻ്റെ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മൾ 10, +2 ഡിഗ്രി എല്ലാത്തിനും വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഡിസംബർ 31 വന്നിട്ടുണ്ട്. സെയിൽസ് അസിസ്റ്റൻറ്റ് 10ാം ക്ലാസ്സുകാർക്കുള്ള സെയിൽസ് അസിസ്റ്റൻറ്റ്, പിന്നെ ഡിഗ്രിക്കാർക്കുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് പോസ്റ്റുകളും വന്നിട്ടുണ്ട്. അതുപോലെ യൂണിഫോം പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. പിന്നെ ബികോംകാർക്ക് എഴുതാൻ പറ്റിയ പോസ്റ്റുകളും വന്നിട്ടുണ്ട്. ഇനിയും ഈ വർഷം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. അപ്പോൾ എല്ലാത്തിനുള്ള ക്ലാസ്സുകൾ നമ്മളുടെ ഇവിടെ ലഭ്യമാണ്. അപ്പോൾ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പർ മെസ്സേജ് ചെയ്യുക. ജനുവരി 15 മുതലാണ് രാത്രി 8 മണിയുടെ പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കുന്നത്. ഓരോ ബാച്ചിലും 25 പേർക്ക് മാത്രമാണ് അഡ്മിഷൻ. ലൈവ് ക്ലാസ്, നോട്ട് ഉൾപ്പെടെ എഴുതി പോകുന്ന ക്ലാസ് ആണ്. ഒപ്പം ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് പേഴ്സണൽ മെൻറ്റർഷിപ്പ് സപ്പോർട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, തീർച്ചയായും മെൻറ്ററിൻ്റെ സഹായത്തോടു കൂടി പഠിക്കുക. അതുകൊണ്ടാണ് നമ്മൾ 25 പേർക്ക് മാത്രം അഡ്മിഷൻ ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക. കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിക്കാൻ സാധിക്കാത്തവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഗെയിൻ നോളജ് മിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിക്കാൻ സമയമുണ്ട്, വെറുതെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ തന്നെ പൊക്കോളുക. സമയമില്ലാത്തവർക്ക് വേണ്ടി മാത്രം നടത്തുന്ന പ്രസ്ഥാനമാണ് ഗെയിൻ നോളജ് മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മുടെ കറണ്ട് അഫയേഴ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യനും ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എല്ലാ പരീക്ഷകളിലും പ്രയോജനം ചെയ്യും. നമ്മൾ ഒരു പരീക്ഷയ്ക്ക് മാത്രമല്ല, ഏതൊക്കെ പരീക്ഷകൾ നമ്മൾ എഴുതുന്ന എല്ലാത്തിലും നമുക്ക് പ്രയോജനം കിട്ടണം. അതാണ് ഗെയിൻ നോളജ് മിഷൻ്റെ ഒരു ഉദ്ദേശവും. ഓക്കെ, അതാണ് അറിവ് നേടുക എന്ന് പറയുന്നത്. അറിവെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് പ്രയോജനപ്പെടും. ഓക്കെ, അപ്പോൾ ഗെയിൻ നോളജ് മിഷൻ. ഓക്കെ, അപ്പം എല്ലാവരും നന്നായി തയ്യാറെടുക്കുക. വരുന്ന പരീക്ഷകളിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ റാങ്ക് ലിസ്റ്റുകളിൽ എത്തിപ്പെടുത്തേന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഒരു നല്ല പുതുവർഷം ആശംസിക്കുന്നു. താങ്ക് യു.